ഓൽക്കൂടി പേടിണ്ട്. അത് അതിലിപ്പോ ആർക്കാ ഉള്ളൂ എന്ന് വെച്ചാല് ചേകനൂരിന്റെ അതേ മദ്ഹബ് സ്വീകരിച്ച അബ്ദുള്ള അയാളെ പോലത്തെ, അയാളിപ്പോ സുന്നി, അയാൾ മുജാഹിദ് ജമാഅത്തിനൊന്നും പറയാൻ പാടില്ല. മുജാഹിദീന്റെ കൂട്ടത്തിലുമില്ല അയാള്, ജമാഅത്തിന്റെ കൂട്ടത്തിലുമില്ല അയാള് ചേകനൂരിന്റെ കൂട്ടത്തിലുള്ളത്. ചേകനൂര് പറ്റ ഇസ്ലാമെന്ന് പുറത്തു പോയ ആളാണെന്നുള്ള കാര്യത്തിൽ മുസ്ലിം ഉമ്മത്തിൽ ആർക്കും തർക്കമില്ലാത്തതാ. ആ കൂട്ടത്തിലാണ് ഇയാളുള്ളത്. അയാളതുപോലെ പലതും പറയുന്നുണ്ട്. ഖുർആനിൽ തന്നെ പറഞ്ഞാലും ഹദീസിൽ തന്നെ പറഞ്ഞാലും അതൊക്കെ ചാടിക്കടന്നു പോകും എന്ന് പറഞ്ഞാൽ അത് മറ്റൊരാരും പറയുന്നില്ല. ഓൽക്കൊക്കെ ആകെയുള്ളത് സംഗതിയൊക്കെ അങ്ങനെയുള്ളതിന് വിധങ്ങളുടെ ആണെങ്കിൽ ബഹുമാനം ആദരവും ഒക്കെ ഉണ്ട് എന്നുള്ളതും ശരി തന്നെ. പക്ഷെ ഇപ്പൊ ഇവിടെ ലോകത്തത് അല്ലെങ്കിൽ ഇതിപ്പോ അതാണോ ഇങ്ങനെയൊക്കെ ഓല് പറയുന്നു. ഇതിപ്പോ അതല്ലേ, ഇത് വിരോധം കൊണ്ട് മൂത്ത് വന്നിട്ട് ഇപ്പൊ എവിടെ വരെ എത്തുക? ആയിരങ്ങൾ പങ്കെടുത്ത സഭയിൽ വെച്ച് സ്റ്റേജിൽ പരസ്യമായിട്ട് പ്രസംഗിക്കാണ് എപിന്റെ പെണ്ണുങ്ങളെ മുടിയാണ് എന്നൊക്കെ. അങ്ങനെയൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എന്നാ സ്വകാര്യമായിട്ട് കുറച്ച് വിവരമുള്ളവരോട് ചോദിച്ചാൽ നമ്മക്ക് അതിനെ പറ്റിയിട്ട് ഒന്നും പറയാൻ കഴിയൂല, നമ്മളേക്ക് ഗുണത്തിനും ഇല്ല ദോഷത്തിനും ഇല്ല, കാരണം നമ്മക്ക് അതിനെ പറ്റിയിട്ടൊരു വിവരമില്ല എന്ന് പറഞ്ഞ് കുറച്ചൊരു പഠിച്ചോനെ പേടി നെഹ്റുള്ളവരെല്ലാവരും ഒഴിഞ്ഞു മാറാം. അപ്പൊ നമ്മൾ മാർഗം ഈ രണ്ട് വഴിയേ ഉള്ളൂ. മൂന്നാമത്തെ വഴി നമ്മളെ അപകടപ്പെടുത്തും, നമ്മളെ ഈമാനെ കേടുവരുത്തും. ഒന്നിക്കൽ വിശ്വാസം ബോധ്യം തോന്നുന്നുണ്ടെങ്കിൽ പോകാം, ബഹുമാനിക്കാം, അതിന്റെ കാര്യങ്ങൾ വർക്കത്തും അതൊക്കെ കിട്ടും. അത് തോന്നുന്നില്ലെങ്കിൽ മാറി നിൽക്കുക എന്നല്ലാതെ അവഹേളിക്കാനോ അപഹസിക്കാനോ പരിഹസിക്കാനോ കളിയാക്കാനോ പാടില്ല. അത് നമ്മളെ ദീനിനെ ബാധിക്കും. പള്ളിയല്ല അതിന്റെ അപ്പുറം എടുക്കാം. നിങ്ങൾക്ക് അതിന്റെ മേലെ എന്തെങ്കിലും എടുക്കാനുണ്ടോ? അങ്ങനെ ചെയ്യാണ്. പടച്ചോനെ വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അത് തീരെ തുപ്പാത്ത അള്ളാഹുവിന്റെ കലാമാണ്. ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും തീരുമാനിക്കണ്ട. വമൻ യുഅള്ളിം ശആഇറല്ലാഹ്, അള്ളാഹു ആദരിച്ച ദീനിന്റെ ചിഹ്നങ്ങളെ ആരെങ്കിലും തഅ്ളീം ചെയ്യുന്നുണ്ടെങ്കിൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, ഹൃദയത്തിന്റെ ഉള്ളിൽ ഈമാനുള്ളതിന്റെ അടയാളമാവുന്നു. അത് എത്രങ്ങളോട് കഴിയും അത്ര. ഉദാഹരണം, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോരുമ്പം അതിയാർക്കാൻ വേണ്ടിയിട്ട് ഒട്ടകത്തിന് കൊണ്ടുവരും. ഈ ഒട്ടകത്തിന്റെ മുകളിൽ പുതക്കാൻ അന്ന് കിട്ടുന്ന ഏറ്റവും വില കൂടിയ പട്ടുവസ്ത്രം വാങ്ങി അതുകൊണ്ട് പുതക്കും. ഏറ്റവും കൂടിയ വില കൂടിയ ചെരുപ്പ് വാങ്ങി ആ ചെരുപ്പ് കൊണ്ടിട്ട് മാലിടും. എന്നിട്ട് അതിന് അദ്ദേഹം പറഞ്ഞത് വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. കഅബ ശരീഫിനെ കൊണ്ട് അർക്കാനുള്ള അധിയമൃഗമായതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ഷായറ. അതിന് ഒരാൾ അയാളുടെ കഴിവിനനുസരിച്ച് തഅ്ലീമാക്കാണ് ഈമാൻ അടയാളാണ്. ഇനി മാതൃക വേണമെങ്കിൽ അത് ചോദിച്ചോളി. ചോദിക്കാതെ ഇല്ല നിങ്ങൾ പ്രസ്താവന അടക്കള്ളി. അതിനൊക്കെ മാതൃക ഉണ്ട്. മാതൃക ഇല്ല എന്ന് പറയരുത്. മാതൃക എന്തിനാ വേണ്ടത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളി ആദ്യം തിരുശേഷിപ്പല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ലോകത്തുള്ള ഏറ്റവും മഹത്തായ പള്ളി അത് തന്നെ അല്ലേ? മസ്ജിദ് നബവിയെക്കാട്ടിലും വലിയ ഒരു പള്ളിയുണ്ടോ ലോകത്ത്? അതിനേക്കാൾ ആദരിക്കപ്പെടുന്ന പള്ളിയുണ്ടോ? അതിനേക്കാൾ ആഡംബരമുള്ള പള്ളിയുണ്ടോ? മസ്ജിദുൽ ഹറാം വരെ അവിടെ എത്തിയില്ലല്ലോ, ഇല്ല. എന്നിട്ട് അത് ധൂർത്താണ് എന്ന് ലോകത്ത് സൂക്ഷ്മാലുക്കളായ ഒരാൾ പറഞ്ഞില്ല എന്നെല്ലാം നിബിധങ്ങൾ തന്നെ സൂചന നൽകിയിട്ടുണ്ട്. ദജ്ജാല് വരുമ്പോ മദീനത്തേക്ക് കടക്കാൻ കഴിയൂല, മദീനത്തിന്റെ ബോർഡർ കടക്കാൻ കഴിയൂല. എന്നാൽ ഉഹദിന്റെ പിന്നിലുള്ള മലന്റെ മുകളിൽ കയറിയിട്ട് അനുയായികൾക്ക് കാണിച്ചു കൊടുക്കും. ഹാദല്ലദീ തറൗനഹു അൽ ഖസ്റുൽ അബിയദ് വ മസ്ജിദ് മുഹമ്മദ് എന്നാ പറഞ്ഞത്? ഓലപ്പന്തലിട്ട് നിസ്കരിച്ചിരുന്ന കാലത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്താണെയോ? ദജ്ജാല് വന്നിട്ട് ആ മലന്റെ മുകളിൽ കയറിയിട്ട് അനുയായികൾക്ക് കാണിച്ചു കൊടുക്കും. ആ വെള്ളക്കൊട്ടാരം കണ്ടില്ലേ, അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മസ്ജിദ് നബവിയാണ്.
അപ്പൊ അതൊരു കൊട്ടാര സമാനമായി, അതിനെ വെള്ളക്കൊട്ടാരമായി മുസ്ലിം സമൂഹം ആഘോഷപൂർവ്വം കെട്ടിക്കൊണ്ടിടക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതല്ലേ? തെളിവ് നിങ്ങൾക്ക് വേണ്ടേ? എവിടെ വേണ്ട? പൊന്നാനി പള്ളി നിങ്ങൾ നോക്കി. എന്നും പൊന്നാനി പള്ളി ഏത് കാലത്തെടുത്തതാ? മഖ്ദൂമങ്ങളെ കാലത്തെടുത്തല്ലേ? വലിയ മഖ്ദൂമങ്ങൾ കാലത്തെടുത്താണെന്നാ പൊന്നാനി പള്ളി വലിയ മഖ്ദൂമങ്ങൾ പറഞ്ഞാല് നമ്മളെ മുത്തൽമീനായിട്ട് മഖ്ദൂമങ്ങളുടെ വല്യാപ്പ മൂപ്പരെ കാലത്തെടുത്ത. മൂപ്പരെ ശിഷ്യനാണ് ഇബ്നു ഹൈതമി തങ്ങൾ. എന്നാലും ഇവിടെ ഒരു ബഹുമാനിക്കപ്പെടുന്ന ഷാഫി മദ്ഹബിലെ വലിയൊരു ആലിമാണല്ലോ. ഞാൻ അങ്ങനെ പള്ളി എടുക്കുന്നുണ്ട്, നിങ്ങൾ വരുമോ ഉദ്ഘാടനത്തിന് വെച്ച്? ആ ഉസ്താദ് അങ്ങനെ പള്ളി എടുക്കുകയാണെങ്കിൽ ഞാൻ വരുമല്ലോ പറഞ്ഞു. അങ്ങനെ വന്നിനാ. അങ്ങനെ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു എവിടെ വന്നിന്? ഈ പള്ളിയിൽ വന്നിന്, പൊന്നാനി പള്ളിയിൽ. ആ പൊന്നാനി പള്ളി നൂറ്റാണ്ട് 4 കഴിഞ്ഞപ്പോ അന്നെടുത്ത പള്ളി ഇന്നും പ്രൗഢിയോടുകൂടി തലയോർത്തി അന്തസ്സായി നിൽക്കുന്നു. അക്കാലത്ത് കേവലം കടപ്പുറക്കാരായിരുന്ന പാവപ്പെട്ട പൊന്നാനിക്കാർക്ക് ഓലക്കുടിലല്ലാതില്ല. ആ സമയത്ത് ഇത്രയും ആർഭാടമായി നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇന്നും വിശാലമായി, ഇന്നും പൊന്നാനിയിൽ പൊന്നാനി മഖ്ദൂമുകളുടെ പള്ളിക്ക് സമാനമായൊരു കെട്ടിടം ഉയർന്നു നിന്നിട്ടില്ല. അപ്പൊ ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇത്രയും ആർഭാടമായി പ്രവിശാലമായി എന്ന് തന്നെ പറയാവുന്നൊരു പള്ളി നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല പറഞ്ഞതാ ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻതുർഫ. എന്താ അതിനർത്ഥം? അൻതുർഫ എന്ന പൊന്തിച്ചുണ്ടാക്കുക എന്നല്ല. എത്ര കണ്ട് ലോകത്ത് പുരോഗതി വന്നിട്ടുണ്ടോ, എത്രത്തോളം നാഗരികത വികസിച്ചിട്ടുണ്ടോ, ആ വികസനത്തിന് മുഴുവൻ മകുടം ചാർത്തുന്ന നിലക്ക് ആ നാട്ടിന്റെ മാതൃകയായി പള്ളികൾ പുരോഗതി പ്രാപിക്കുന്ന സമയത്ത് അത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നാട്ടിൽ എത്ര ആർഭാടമായി, എത്ര അന്തസ്സായി, വിശാല വിസ്തൃതമായി ബംഗ്ലാവുകളും കെട്ടിടങ്ങളും ആഘോഷമായി ഉണ്ടാക്കുന്നു. അതിന് മുഴുവനും തിലകം ചാർത്താൻ ആ നാട്ടിലെ പള്ളി വളർന്നിരിക്കണം. അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. പഴയകാലത്ത് ചിന്തി നോക്കി, നമ്മളെ നാട്ടിലൊക്കെ ഓടിട്ട പെര വന്ന് ഇപ്പൊ അടുത്ത കാലത്ത് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം, അതിന് മുമ്പ് ഓടിടാൻ തുടങ്ങിയിട്ടില്ല. ഈ കടപ്പുറക്കാര് ഓലക്കൊണ്ട് ചെറ്റക്കുടിലുണ്ടാക്കി താമസിക്കുന്ന ആ നാട്ടുകാരാണ് ആ പള്ളി അവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഒരു 400 കോടിയൊക്കെ മുടക്കിയിട്ട് എടുക്കണം, എന്നാലേ ഇപ്പൊ ഒരു പള്ളി. ഹദീസ് എന്ന് പറയാൻ പറ്റുന്ന ഹദീസ് ഉണ്ടെങ്കിൽ ഈ ഹദീസേ ഉള്ളൂ. ഏത്? ഇമാം മുസ്ലിമിന്റെ ഒക്കെ തുടക്കത്തിൽ 100-ലധികം പരമ്പര സൂചനയിലൂടെയും വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് ഈ ഒറ്റ ഹദീസിന്. എന്താ പറഞ്ഞാൽ, മനഃപൂർവ്വം എന്റെ പേരിൽ ഒരാൾ കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ നിന്ന് ഇരിപ്പിടം തയ്യാർ ചെയ്തു കൊള്ളട്ടെ. ഇനി വേറൊന്നും ഒരുങ്ങാനോനില്ല, മരിച്ചാൽ നേരെ നരകത്തിലേക്കാണെന്നുള്ള ഉറപ്പാവുന്നു. ഖുർആൻ പോലെ അനിഷേധ്യമായി സ്ഥിരപ്പെട്ട അത്രയും പരമ്പരയിൽ വന്ന ഹദീസാണ്. ഇതറിയുന്ന ആള് മനഃപൂർവ്വം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറയും എന്ന് വിശ്വസിക്കാൻ വളരെ പ്രയാസമുണ്ട്. അങ്ങനെ ഉണ്ടാവൂല, ഒരാൾ പറയില്ല. പറഞ്ഞാലോ ഓന്റെ അവസ്ഥ വളരെ മോശം. അറിയാതെ പോലും പറയാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു കാര്യം പറയുമ്പോ അത് സത്യാണെന്ന് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ തന്നെ പറയാൻ പാടുള്ളൂ. ആ ഉത്തമ ബോധ്യത്തിന്റെ മാർഗമാണ് നമ്മൾ പറഞ്ഞത്. ഇത് സനത് മാത്രമല്ല ഉത്തമ ബോധ്യത്തിനുള്ള മാർഗം. ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ആലിമീങ്ങള്, ഔലിയാക്കന്മാർ, സാദാത്യങ്ങൾ പോലെയുള്ള ആളുകളുടെ വാക്ക്, ആ വാക്ക്, അതുപോലെ തന്നെ മുൻഗാമികളുടെ നടപടി, ഇവ അടിസ്ഥാനമാക്കിക്കൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നതിന് തെറ്റില്ല. അല്ലെങ്കിൽ സംശയത്തോടുകൂടി, അല്ലെങ്കിൽ ഉറപ്പായിട്ട് കളവൊരാൾ പറഞ്ഞാൽ അയാളും സ്വർഗവുമായിട്ട് പിന്നെ യാതൊരു ബന്ധവുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ വിശ്വാസം തോന്നുന്ന ആളുകൾ അത് അംഗീകരിക്കുക, ഇല്ലാത്തവര് രണ്ടായാലും എന്താക്കാൻ പാടില്ല. വിഷയം വളരെ അപകടം പിടിച്ചത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അതിൽ കളിയാക്കാനോ തമാശയാക്കാനോ നേരം പോക്കാക്കാനോ ഒന്നും ഇസ്ലാമിൽ യാതൊരു വകുപ്പുമില്ല. ബോധ്യം വരാത്തവർക്ക് മാറി നിൽക്കുക, ബോധ്യം വന്നവർക്ക് അതിന്റെ ബർക്കത്തൊക്കെ കിട്ടുകയും ചെയ്യും.
അതിനെ ബഹുമാനിക്കേണ്ടതും അപകടം വരാൻ സാധ്യതയുള്ളതിനും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് ഉണർത്തുകയും നമ്മൾ അങ്ങനെ ചെയ്യുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തതിനെയൊക്കെ ബഹുമാനിക്കാനും ആദരിക്കാനും അത് മുഖേന ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനും അല്ലാഹു തആല തൗഫീഖ് തന്ന് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ.